ഹലോ, എന്താ വിശേഷം? നമ്മൾ ഇന്ന് ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് പോവാണ്. ഒരു കാര്യമില്ലെങ്കിലും മുടക്ക് ദിവസങ്ങൾ നമ്മൾ ആനന്ദകരമാക്കാൻ നമ്മൾ പോകുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ മാൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ വെറുതെ കണ്ടു നിൽക്കാനെങ്കിലും ചെയ്യാലോ. ഇവിടുത്തെ മാളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു അത്രയധികം കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് അവർ നേരത്തെ കൂട്ടി കണ്ടിട്ടായിരിക്കും ഒരു മാള് പണിയുന്നത് തന്നെ കേട്ടോ. പറഞ്ഞ പോലെ നമ്മൾ മാക്സിലാണ് ആദ്യം കയറിയത് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബില്ലിംഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പുതിയതായിട്ട് കണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. അത് തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യും. കമ്പ്യൂട്ടറിൽ അങ്ങനെ പ്രിന്റ് വരും. പിന്നെ നമ്മൾ ഓരോന്ന് എടുത്ത് നമ്മുടെ ബാഗിനകത്ത് നമ്മൾ വെച്ച് തരും ട്ടോ അവര്. സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്. പ്രത്യേകിച്ച് ഞാനൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. കാലുവേദന, കൈവേദന, നടക്കാനേ വയ്യായിരുന്നു. എന്തെങ്കിലും എനിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വേറൊരാൾക്ക് വാങ്ങാൻ പോകാന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരും പർച്ചേസിങ്ങിന് പോകാൻ. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഐക്കിയയിലേക്ക് ഒന്ന് പോകാന്ന് വിചാരിച്ചേ. എവിടെ പോയാലും ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു എനർജി കിട്ടും കേട്ടോ. ഐക്കിയ കയറിയാൽ നമ്മൾ എന്തായാലും ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് കയറണം. കുറെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാപ്പച്ചീനയും 2 ഷവർമയാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാക്സിന്റെ ബാഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ലോക്കറിൽ വെച്ചു. കേറാത്ത ലോക്കറിന്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ കുത്തി തിരികെ വെച്ചതിന് ശേഷം നമ്മൾ അതിന് പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഫ്രീ ആയി നമ്മൾ ഐക്യയുടെ ഉള്ളിലേക്ക് കറങ്ങാനായിട്ട് പോവാണേ. ഐക്യയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കൈ വീശി പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരം നടക്കാനുണ്ട്. കുറെ ദൂരം നടന്ന് ക്ഷീണിക്കാൻ ഇരിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്. എന്നാലും നമ്മൾ കൈ വീശി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഈസിനെസ് ഉണ്ടാവും എല്ലാ കാര്യത്തിനും. ദുബായിലെ എല്ലാ മാളിലും തന്നെയല്ല, ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോലും എസ്കലേറ്റർ ഉണ്ട്. പക്ഷേ എത്ര എസ്കലേറ്ററിൽ കയറിയാലും എനിക്ക് എസ്കലേറ്റർ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. 1, 2 പ്രാവശ്യം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമാണ് ഞാൻ എന്റെ കാലെടുത്ത് വെക്കുക. അത് തന്നെ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും കയറുക. അവർ നിന്നതിൽ നിന്നും ഒരു 4-5 സ്റ്റെപ്പ് താഴെയായിരിക്കും എപ്പോഴും ഞാനുണ്ടാവുക. നിങ്ങൾ ഇങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഒത്തിരി സാധനങ്ങൾ വാങ്ങണം, ഒത്തിരി സാധനങ്ങൾ കാണണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ അടയ്ക്കാൻ സമയമായതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലായിരുന്നു ഞങ്ങളെല്ലാം ചുറ്റി കണ്ടത് കേട്ടോ. എന്നിട്ട് പോയിട്ട് എന്താ, അതന്നെ ഒന്നും വാങ്ങാതെ തിരിച്ചു വന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.